എന്തായിരുന്നു, ചങ്കൂറ്റായിരുന്നോ അതോ ബോധമില്ലായ്മയായിരുന്നോ അതോ ആഗ്രഹമായിരുന്നോ? അതൊരു വലിയ ചോദ്യമാണത്. ഇല്ല, ആഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാവും. അത് തന്നെയാണ്, ആഗ്രഹം തന്നെയാണ്. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ലോ കോളേജ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷമായി, ഒരു മേ ബി 6 months കഴിഞ്ഞിട്ടുണ്ടാവും. ചുമ്മാ അങ്ങ് നടന്നു പോവാ വീട്ടിലേക്ക്? അല്ലല്ല, അതെ, ഞങ്ങള് ചുമ്മാ നടന്ന് കയറുക വെച്ചാല് ഈ ട്രിവാൻഡ്രം ആ കാലത്ത് സിനിമാ പ്രേമികളെ അല്ലെങ്കിൽ സിനിമ ആസ്വാദകരെ, സിനിമ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെർട്ടൈൽ മെയിൻലൻഡ് ആയിരുന്നു, ശാദ്വലമായ ഭൂവിഭാഗം. കാരണം എല്ലാ ഫിലിം മേക്കേഴ്സും അവിടെ ഉണ്ട്. ആൻഡ് നമ്മൾ അന്ന് എന്താ പറയാ, നമ്മുടെ ഐക്കൺസ് എന്നൊക്കെ പറയുന്നത് ശ്യാമേട്ടൻ ഓഫ് കോഴ്സ് ഒരു യൂത്ത് ഐക്കൺ ആയിരുന്നു. ന്യൂ വേവ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന നമ്മൾ ഈ എന്താണ് നമ്മുടെ ഈ ലൈബ്രറികളിൽ നിന്ന് കിട്ടുന്ന ആൽബേർ കമ്യൂവിന്റെ പുസ്തകങ്ങളും ഔട്ട്സൈഡർ, അതിനകത്തൊക്കെ അത് വായിച്ച് ത്രില്ലടിച്ച് ഇത് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ള അബദ്ധ ധാരണകളുമായി നടക്കുന്ന കാലമാണത്. അപ്പോഴാണ് കമ്മ്യൂന്റെ ഒരു ഷോർട്ട് സ്റ്റോറി എടുത്ത് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ഒരിക്കലും നമ്മൾ ടി വിയിൽ നമുക്ക് ആസ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വിഷ്വൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഫ്രെയിമിങ് ആൻഡ് ടോൺ ടിവിക്ക് വേണ്ടിയല്ല, സ്ക്രീനിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അതെ അതെ, അതുപോലെയാണ് അത് നിന്നിരുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ഈ പറയുന്ന അമ്മായിമ്മ മരുമകൾ സ്പേസിലേക്കാണ് ഇത്തരം ഒരു ടി വിയിൽ അത്തരം ഒരു കാര്യം വരുന്നത്. അപ്പൊ ആരാധന ഒരു അർത്ഥത്തിൽ അത് തന്നെയാണ് ആദ്യം അങ്ങനെ ഫിലിം മേക്കറോട് തോന്നുന്ന. പിന്നെ നമ്മൾ അന്നും ട്രിവാൻഡ്രം അഗൈൻ നമ്മളെ ആദ്യം നമ്മൾ അടുത്തത് ഫിലിം ഫെസ്റ്റിവലിലൂടെ നമ്മള് അങ്ങനത്തെ ഫിലിം മേക്കേഴ്സുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്തത്. ഞാനെന്നല്ല, ഞാനും ശങ്കറും എന്നല്ല, ശങ്കറാണ് മറ്റേ റൈറ്റർ ആവാൻ ആഗ്രഹിച്ച ശങ്കരാമകൃഷ്ണനാണ്. ശങ്കർ ഞാനും മാത്രം. അവിടെയുള്ള പപ്പൻ, പത്മനാഭൻ സാറിന്റെ മകൻ മുരളി, അങ്ങനെയുള്ള അവിടെയുള്ള, അതെ, അവരെല്ലാം അവിടെ ഉണ്ടല്ലോ ഫിലിം ഫെസ്റ്റിവലില്, ഇവരെല്ലാം ഉണ്ട്. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ അവിടുത്തെ ഒരു എന്താണ് നല്ല നല്ല കഴിവും നല്ല ധാരണകളുമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആ കൂട്ടം അന്ന് ആരും കേട്ടിട്ടില്ലാത്ത പല ഇസ്കികളുടെയും പേര് കേട്ട, ഈ പൊളൻസ്കി, കീസ്ലോവസ്കി, അങ്ങനെ തർക്കോസ്കി, ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ ആൾക്കാർ. അപ്പം അത്തരത്തിലൊരാളുടെ ഒരു കേരള കൗണ്ടർ പാർട്ട് ആയിട്ടായിരുന്നു നമ്മള് ശ്യാമേട്ടനെ കണ്ടിരുന്നത്. ഐക്കണാണ്. അപ്പോ പിന്നെ ഈ പുള്ളിയുടെ സ്റ്റൈലും ഈ പറഞ്ഞ നമ്മൾ യൂഷ്വൽ ഫിലിം മേക്കർ ലുക്കും പരിപാടിയൊന്നും അല്ലല്ലോ. അങ്ങനെ ഈ പറയുന്ന ബന്ധം നേറിയ ഒരു ഉച്ച നേരത്ത് നടന്ന ഞങ്ങളെ ഒരുപാട് ഈ കഥകൾ ആലോചിച്ചും സ്വപ്നങ്ങൾ കണ്ടും നടന്നിരുന്ന വഴികളാണ് തിരുവനന്തപുരം. അങ്ങനെ വെള്ളാമ്പലം ജംഗ്ഷൻ വഴി നടന്ന് ഇപ്പുറത്ത് കുറവംകുളം അവിടെ എത്തിയ സമയത്താണ് ശങ്കർ പറയുന്നത്, ഇവിടെ ശ്യാമേട്ടന്റെ വീട്, ശലോ. അങ്ങനെ കയറി മൂപ്പര് ഉറങ്ങു പറ്റുമായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ ഇപ്പോഴും ശ്യാമേട്ടനോട് പറയും, എനിക്ക് ശ്യാമേട്ടൻ എനിക്ക് ആമി എന്നുള്ള സിനിമ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിന്റെ ഒക്കെ പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം അമേരിക്കയിലാണ്. അപ്പം അവിടുന്ന് രാത്രി 2 മണിക്കായിട്ടാണ് മെസ്സേജ്. രാവിലെ ഞാൻ കാണുന്നത്. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ഞാൻ ശ്യാമേട്ടൻ അടുത്ത് പറഞ്ഞു, ഇന്നും ആ 2 ചെറുപ്പക്കാരെ വിളിച്ച് സ്വീകരണ മുറിയിലിരുത്തി ചായ തരാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, മര്യാദ, അസാധ്യമാണ്. 3-4 മണിക്കൂറുകൾ സംസാരിച്ചു ഇഷ്ടം പോലെ. ഞങ്ങള് ഈ പറഞ്ഞ ബേസിക്കലി ഈ പറഞ്ഞ കമ്മ്യൂണിൽ നിന്ന് തുടങ്ങി നമ്മള് ഭരതനും പത്മരാജനും വഴി ഇറങ്ങി VKNലേക്കും മോഹൻവിയിലേക്കും പോയി, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരു ഓൾ എൻകോമ്പസിംഗ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു എന്നുള്ള ഇന്ന് ഓർക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഏറെ അതിപ്പം അങ്ങനെ ഉണ്ടാവാം, അത്തരം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാവാം. പക്ഷെ അന്ന് കാണിച്ച ഒരു ഇതുണ്ടല്ലോ, ഒരു കോർഡിയൽ അല്ലെങ്കിൽ ഒരു വളരെ അമിക്കബിൾ ആയിട്ട് നമ്മളെ പിടിച്ച് ഒരു സ്വീകരണ മുറിയിൽ ഇരുത്തി ഫാമിലിയെ പരിചയപ്പെടുത്തി തന്ന്. സോ ദാറ്റ് വാസ് സംതിങ്. അതെനിക്ക് ഞാൻ ഇന്നും ഏറ്റവും അധികം പുതുമുഖങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യാനുള്ള കാരണം മേ ബി അതിൻ്റെ ഒരു ലറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം. നമ്മുടെ വളരെ ഒരു ഇൻഫാൻസിയിൽ, സിനിമാറ്റിക് ഇൻഫാൻസിയിൽ നമുക്ക് കിട്ടിയ ഒരു ഊഷ്മളമായ വരവേൽപ്പ്, അതായിരിക്കാം പിൽക്കാലത്ത് ഒരു ന്യൂ കമ്മറിനെയും ഞാൻ അങ്ങനെ നിരാശപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. ആൻഡ് ബൈ ദ വേ, അനൂപ് മേനോൻ ഇന്റർവ്യൂ ഇപ്പൊ അടിക്കുമ്പോ വരുന്നത്, അനൂപന്റെ 3ാമത്തെ 4ാമത്തെ സെർച്ച് ആയിട്ട് ഞാനും അനൂപ് മേനോനും പിന്നെ അനുപേട്ടനും വേടനും ഇരിക്കുന്നതാണ്. അതെ അതെ അതെ, പലരും പറഞ്ഞു എടുത്തു, ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകണ്ട ഇന്റർവ്യൂ. വേടൻ എവിടെ ഉണ്ട്? കുറെ കാലം അവനെ കണ്ടിട്ട്. അന്ന് നമ്മൾ കണ്ടതിന് ശേഷം അവിടെ ഇവിടെ ഒക്കെ സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ ഒന്നും
ഇറ്റ്സ് ഗുഡ്, ഡൂയിങ് ഗുഡ് അല്ലേ? Yes. അന്ന് അനുപേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വൺ ഓഫ് എ കൈൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വെരി നൈസ് ബോയ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയല്ലേ വന്നവൻ? അതെ, ഇവിടെ അപ്പുറത്തുള്ള നമ്മുടെ കൗശലായിരുന്നു സംസാരിച്ചത്. കാണുമ്പോ അന്വേഷണം പറയൂ. യെസ്, കാണുമ്പോൾ ഡെഫിനറ്റ്ലി അന്വേഷണം പറയും. ഓഫ് ക്യാമറ പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുകൾ റൂട്ട് ചെയ്യുന്നു വേടന് വേണ്ടിയിട്ട് എന്നുള്ളത്. ശരിക്കും ആളുകൾ റൂട്ട് ചെയ്തു വേടന് വേണ്ടിയിട്ട്, വേടനൊരു പ്രശ്നം പറ്റിയപ്പോ അത് വരും. അയാളുടെ ഒരു ഇന്റന്റും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വരും. അതാണ് ഞാനെന്ന് പറഞ്ഞത്, റൂട്ട് ചെയ്യും എന്നുള്ളത്. എന്താ സ്റ്റാറ്റസ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കഥകൾ. 97 ബാച്ച് മഹാരാജാസ് എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ത് പറ്റി? 97 ബാച്ച് മഹാരാജാസിനെ പറ്റിയത് അതിന് വളരെ സമാനമായൊരു പടം മലയാള സിനിമയിൽ ഉണ്ടായി. അതാണ് സംഭവിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് ഒരുപാട് പേരെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ടും അതൊരു മർക്കി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ടും അത് നമുക്കത് പാസ്. പക്ഷെ ഒരു ആസ്പിറേഷൻ പടമായിരുന്നു, വലിയ പടമായിരുന്നു അത്. അതിന്റെ ഒരു അന്നത്തെ നമ്മുടെ കാസ്റ്റ് പോലും അത്രയും ബ്യൂട്ടിഫുൾ ആയൊരു കാസ്റ്റ് ആയിരുന്നു. മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ പുതിയ ആൾക്കാരും ഉള്ള ഒരു സിനിമയായിരുന്നു അത്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയും കേട്ടവർക്കെല്ലാം തന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റും വന്നൊരു പടമാണ്. ബട്ട് certain things don't happen and that happens for a reason. ട്രിവാൻഡ്രം ജോർജിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ എഴുതി തീർത്തു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ അത് ഉണ്ട്, ഇത് രണ്ടും ഉണ്ട്. ബ്യൂട്ടിഫുളിന്റെ സെക്കൻഡ് പോർഷനും ഉണ്ട്, ട്രിവാൻഡ്രം ലോഞ്ചിന്റെ സെക്കൻഡ് പോർഷനും ഉണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതെല്ലാം ഒത്തു വരണ്ടേ? ഇത് സിനിമയായതുകൊണ്ട് നമുക്ക് ഒരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ സിനിമയാവണം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മുടെ ഇത്രയും വർഷങ്ങളുടെ അനുഭവം മതി. കുറെ കാര്യങ്ങൾ അതിനകത്ത് ചേരുംപടി ചേരണം, എന്നാലേ ഒരു സിനിമയാവുള്ളൂ. ആ ചേരുംപടി ചേർക്കൽ വന്നിട്ടില്ല, അത് വരുമ്പോ അതുണ്ടാവും. ചോദിക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്താ അനൂപ് മേനോൻ മോഹൻലാൽ പ്രൊജക്ടിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? അത് നെക്സ്റ്റ് ഇയറേ സംഭവിക്കും എന്നുള്ളതാണ്. അതിന്റെ പ്രൊഡക്ഷൻ മാറി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൽക്കട്ടയിലെ ദുർഗാപൂജ ആണ് അതിന്റെ ഒരു പ്രധാന സീക്വൻസ് ഷൂട്ട് ചെയ്യേണ്ടത്, കൊൽക്കട്ടയിൽ. അപ്പൊ അത് നെക്സ്റ്റ് ഇയർ ഇനി പോസിബിൾ ആവും. അപ്പൊ അതോട്ട് 20 days ഷൂട്ട് ആ ഫെസ്റ്റിവലിലുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹംബഗാണ്. അത് ആ സമയത്ത് ഷൂട്ട് ചെയ്ത ഒരു ആക്ഷൻ ഫൈറ്റ് സീക്വൻസ് ആണ് അതിന്റെ ഇടയിൽ നടക്കുന്നത്. അതങ്ങനെ ഓത്തന്റിക് ആയിട്ട് അതിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അതുള്ളത്. പിന്നെ അതൊരു മറ്റൊരു പ്രൊഡക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. അനൂപേട്ടൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലാലട്ടനുണ്ട് ഞങ്ങൾ. വലിയ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ എടുത്ത് ചില്ല് ചെയ്ത് കുറച്ച് കൂട്ടുകാരൊക്കെ ആയി, പണ്ടത്തെ ഒരു കാമുകിയൊക്കെ ആയി, അങ്ങനെ ഒരു ലാലട്ടൻ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. അനുപേട്ടനും ആ ഏരിയ അത് തന്നെയാണ്. അതിനകത്ത് കടുകിട വ്യത്യാസമില്ലാത്ത 5 പാട്ടുകളുള്ള 3 ഫൈറ്റുകളുള്ള അങ്ങനെ ഒരു സിനിമ തന്നെയാണത്. അതെല്ലാം ആ ഒരു നമുക്ക് ആഗ്രഹമുള്ള നമുക്കെല്ലാം ഇപ്പൊ വിഷ്ണു പറഞ്ഞ ആ ഒരു ഏരിയ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വേർഡന്റ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്ന അത്തരം സിനിമകളുടെ ഇതാണ്. അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇറ്റ്സ് എ ബിഗ് ഫിലിം, അതിന്റെ ബഡ്ജറ്റ് വളരെ വലുതാണ്. ഇത്രയും പാട്ടുകളും ഫൈറ്റും എല്ലാം വെച്ച് അത് ആ സ്ക്രിപ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഞാൻ ഓരോ മാസവും അത് ഇപ്പോഴും ആയിരിക്കുന്നതും അതിന്റെ സ്ക്രിപ്റ്റാണ്. സോ ഇറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഇയർ സംഭവിക്കും. ലെറ്റ്സ് ടേക്ക് ടൈം ആൻഡ് ഡു ഇറ്റ് എന്നാണ് ലാലേട്ടനും പറഞ്ഞത്. അതവിടെ അതിന്റെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അത് നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന രഞ്ജിത്ത്, അദ്ദേഹത്തെ പിന്നെ ഒരുപാട് വലിയ വിമർശനങ്ങൾക്ക്, ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹത്തിന് തന്നെ സ്പെസിഫിക്കലി എയിം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. എന്തായിരുന്നു ആ സമയത്ത് കോൺവെർസേഷൻ? എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നു, വേദന തോന്നിയിരുന്നു? ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മോശം കാലം വരുമ്പോൾ നമ്മൾ വേദനിക്കൂലേ? നാച്ചുറലി എല്ലാവരും വേദനിക്കൂലേ? അതുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻസ് ഉണ്ടാവും. പക്ഷെ അദ്ദേഹം അത് എടുത്ത രീതിയൊക്കെ ഭയങ്കര വെരി നമ്മളെ എമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹി വാസ് സൂപ്പർ കൂൾ. ഐ ഹാവ് നെവർ സീൻ ഹിം ലൂസ് ഹിസ് വിറ്റ്സ്, നോട്ട് ഈവൺ വൺസ്. ഒരിടത്തും ഒരു ഇടറല്ലോ. അതായത് ഹി വാസ് ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹം അസാമാന്യമായ പെയിനിലാണ്, ബിക്കോസ് ഓഫ് ഹിസ് ബോഡിലി എയിൽമെന്റ്സ്, ഫിസിക്കൽ ഇഷ്യൂസ് കൊണ്ട്. ആ സമയത്തൊന്നും ഒരിടത്തും ഇടറി ഞാൻ കണ്ടിട്ടില്ല. കല്ല് പോലെ നിൽക്കും. അതൊരു കല്ല് തന്നെയാണ്, അതൊരു സർവേ കല്ലാണ്.
അദ്ദേഹം എഴുതിയ ദേവാസുരത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളെ പറ്റിയോ രാവണപ്രഭുയെ പറ്റിയോ നരസിംഹത്തെ പറ്റിയോ ഒക്കെ സംസാരിച്ചിരുന്നോ? ഉറപ്പായിട്ടും ഞങ്ങളെല്ലാം, എനിക്കിപ്പോ അതല്ലേ, നമ്മളിതാണല്ലോ ഈ കഥകൾ ചികഞ്ഞ് എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന വിനോദങ്ങളിലൊന്നും. അപ്പൊ ഇത് തന്നെയാണ് സംസാരിക്കുക. നമ്മൾക്ക് ഭയങ്കര എക്സൈറ്റഡ് അല്ലേ, ഇപ്പൊ വിഷ്ണു ഭയങ്കര എക്സൈറ്റഡ് അല്ലേ, എങ്ങനെയായിരിക്കാം ദേവാസുരത്തിന് ശേഷം മായാമയൂരം എന്നുള്ള സിനിമയിലേക്ക് എത്തിയത്. കോഴ്സ് ആസ് എനിബഡി. പിന്നെ നരേന്ദ്രൻ എന്നുള്ള ക്യാരക്ടറിനെ എങ്ങനെ ഉണ്ടാക്കി, അയാൾക്ക് ഇങ്ങനെ ഇത് ലോക്സ് കൊടുക്കാന്ന് എങ്ങനെ വിചാരിച്ചു. അഗൈൻ ജോണി വാക്കർ പോലത്തെ ഒരു സിനിമ എങ്ങനെ ഇമാജിൻ ചെയ്തു? വൈബ് പടം അന്ന് മമ്മൂക്കയുടെ കോസ്റ്റ്യൂംസ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. രഞ്ജനം പറയുന്നത് ബാംഗ്ലൂരിലെ സ്ട്രീറ്റ്സ് എന്ന് വാങ്ങിച്ചാണ്. നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര ഒരു എന്താണ് ബർഗണ്ടി കളേഴ്സും മസ്റ്റർഡ് യെല്ലോസും ഒക്കെ ചിലപ്പം അന്നത്തെ ഏതോ ബ്രാൻഡ് ഒന്നുമില്ല. അവിടെ ആ മറ്റേ ബിഷപ്പ് കോട്ടൺ റോഡിലെ സൈഡ് വാക്കിൽ നിന്നൊക്കെ വാങ്ങിച്ചാണത്. എന്നിട്ട് നന്നായിട്ട് തേച്ച കൊണ്ട് കൊടുക്കുമ്പോ എന്തൊരു കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമയല്ലേ അത്. അതിന് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സീക്വൻസ് ഇല്ലേ പുള്ളി, അത് ഇന്ന് റീലുകളായിട്ട് കുട്ടികൾ ഇടും. ഭയങ്കര കൂൾ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പടം അത്. പിന്നെ അത് ഈ പറഞ്ഞ ഒരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് സാധനമാണ്. അപ്പൊ അത് ഒരു വൈൽഡ് വെസ്റ്റേൺ നമുക്കിവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ബഡ്ജറ്റില്. പിന്നെ അതിനെ കൊണ്ടുപോയി നമ്മുടെ ഇപ്പൊ അങ്ങനത്തെ ഒരു ടെറൈനിൽ നമുക്ക് ഹോൾ സിനിമ പറയാൻ പറ്റില്ല. സോ അതിനെ മറ്റൊരു രസകരമായിട്ടുള്ള കൊമേഴ്സ്യൽ പ്രപ്പോസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അതായത് 40-45 വയസ്സുള്ള ഒരാൾ വീണ്ടും കോളേജ് പഠിക്കാൻ വരുന്നു, അതിലേക്ക് കൊണ്ടുവരുന്നു. സോ ഇതൊക്കെ സ്ക്രിപ്റ്റിംഗിൽ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹൗ ടു എൻഹാൻസ് എ സീൻ, അല്ലെങ്കിൽ ഹൗ ടു എൻറിച്ച് എ സ്ക്രിപ്റ്റ്. അതൊക്കെ വലിയ പാഠങ്ങളാണ് ആ സിനിമ. ജയരാജ് വിഷ്ണറി ഡയറക്ടർ, ബ്രില്യൻ ഡയറക്ടർ. എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് അദ്ദേഹത്തോട് ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഡ്യൂ ക്രെഡിറ്റ്സ് ഇന്നും കിട്ടാത്ത ഒരു ആളാണ്. ഒരുപാട് അവാർഡ്സും എല്ലാം കിട്ടി, ദാറ്റ്സ് ഓൾ. പക്ഷെ ഇതൊന്നും അല്ല. ജയരാജൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് വി ഹാവ് സീൻ എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് ഐ ഗ്യാദർ. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടം മാത്രമേ വർക്ക് ചെയ്തില്ല, ലൗഡ് സ്പീക്കർ. ദാറ്റ് വാസ് ജസ്റ്റ് 2 days. ഈസ് എ ബ്രില്യൻ ഡയറക്ടർ. എന്നോട് പേഴ്സണലി പറഞ്ഞാണ് അനുപേട്ട, എല്ലാ വർഷവും പുള്ളിയെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ടു വിൻ ആൻ ഓസ്കാർ. അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും വിഷ്ണുനോട് പറഞ്ഞു ഇപ്പോഴും ആള് ഒരു പടം ഉണ്ടാക്കുന്നത് ക്യാൻസലൊക്കെ അയക്കാൻ വേണ്ടിട്ടാണ്. ക്യാൻസലൊക്കെ അയച്ചാൽ റിജക്ട് ചെയ്യും, പക്ഷെ പിന്നെയും പുള്ളി പടം ഉണ്ടാക്കും ക്യാൻസലൊക്കെ അയക്കാൻ.